കൂട്ടുകാരെ, ജിയോ എയർ ഫൈബർ പ്ലസിൻ്റെ ഇൻസ്റ്റലേഷന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സാധാരണ ഒരു എയർ ഫൈബർ മോഡ്യൂൾ ഡിവൈസ് ഓഡിയോ CP ഉണ്ടല്ലോ, കണ്ടിട്ടുണ്ടാവും ആ സാധനം. അതായത് പഴയ ഒരു മോഡലാണ്. ഇതാണ് ഓഡിയോ CP. ഈ ഓഡിയോ CP കമ്പനി ഇപ്പം അപ്ഗ്രേഡ് കൊടുക്കുന്നുണ്ട്. ഒരു ചിലവൊന്നുമില്ല. അപ്പോൾ ഇപ്പം വെച്ചേക്കുന്ന ഇതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഭാഗത്ത് കണ്ടോ ഒരു ടവർ ഇരിക്കുന്നുണ്ടോ, ഈ ടവർ ഇതിലൊരു A6 എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഉണ്ട്. ശ്രദ്ധിച്ചാൽ മതി. ഇനി ടവറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഒരു ചതുരത്തിൽ ഒരു ചെറിയൊരു ബോക്സ് മാതിരി, നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ മറ്റേ ബോക്സ് മാതിരി ഒരു ഡിവൈസ് ഇരിപ്പുണ്ട്. അത് A6 ആണ്. ആ A6ന്ന് ഈ ഒരു C6 ആണ് ഈ ഡിവൈസ്. അതായത് ഇതിൻ്റെ ബാക്കി ഇരിക്കുന്ന സാധനമാണ് C6. ഇത് അതിൻ്റെ മോഡ്യൂളാണ്, ആൻറ്റിന. ഇതാണ് ക്യാച്ച് ചെയ്ത് നമുക്ക് ഇതിനകത്തോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇൻസ്റ്റാളേഷൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആ A6ഉം ഈ C6ഉം കൂടെ നേരെ ഒരു മീറ്ററാണ് നമ്മുടെ ഫോൺ വഴി കണക്ട് ചെയ്ത് ഇതിൻ്റെ സ്ട്രിങ്ത് എല്ലാം ചെക്ക് ചെയ്ത് കറക്റ്റ് ആ ഒരു A6നെയും ഈ C6നെയും കൂടെ കറക്റ്റ് പോയിന്റ് ടു പോയിന്റ് വെച്ച് ട്യൂൺ ചെയ്തേക്കുന്നതാണ്. അപ്പം അങ്ങനെ ട്യൂൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നമ്മുടെ പഴയ നേരത്തെ കൊടുക്കുന്ന കേബിൾ വഴി തന്നെ നമ്മുടെ പഴയ ഡിവൈസ് എല്ലാം ആ ഡിവൈസ് തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ജിയോയുടെ ഒരു പുതിയൊരു എയർ ഫൈബർ പ്ലസ് എന്ന് പറഞ്ഞൊരു ഡിവൈസാണ്. ഇതുപോലെ ടവർ അടുത്തുള്ളവർക്ക് ഈ ഇങ്ങനെയുള്ള എയർ ഫൈബർ പ്ലസും ജിയോ കൊടുക്കുന്നുണ്ട്. സെയിം റേറ്റ് തന്നെയാണ്. എയർ ഫൈബറും എങ്ങനായിരുന്നു റേറ്റ്, അതേ സെയിം റേറ്റ് തന്നെയാണ് ഇതിനുള്ളത്. ഇതിനെക്കുറിച്ച് ഞാൻ അടുത്ത ദിവസം ഒരു വീഡിയോസ് ഇടാം, ഇതിൻ്റെ ഫുൾ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും എല്ലാം കൂടെ എടുത്ത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ്സ് ഇടും. ഞാൻ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം.